വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വണ്ണം കുറയ്ക്കാനായിട്ട് മടി എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഈ വണ്ണം കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന ഡയറ്റ്, എക്സസൈസ് അതൊക്കെ നമ്മൾ തുടക്കത്തിലെ അത്ര എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അതായത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമല്ല, കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ഹെവി വർക്ക്ഔട്ട്സും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു 5 കിലോ കുറയ്ക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു 5 ടിപ്സ് ആണ് കേട്ടോ. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞാൽ എൻ്റെ പേര് അശ്വതി രജത്. ഞാനിവിടെ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഒരു IT കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജർ HR ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഹെൽത്തി ഹാബിറ്റ്സ്, മേക്കപ്പ്, സ്കിൻ കെയർ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പം എൻ്റെ വെയിറ്റ് 83 കിലോ ആയിരുന്നു. ഇപ്പത്തെ എൻ്റെ വെയിറ്റ് 59 കിലോ ആണ് കേട്ടോ. സോ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസ് വഴി ഷെയർ ചെയ്യുന്നത്. അത് മറ്റുള്ളവർ ട്രൈ ചെയ്ത് അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നു എന്നറിയുമ്പോൾ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ ഒരു 30 ദിവസം കൃത്യമായിട്ട് കറക്റ്റായിട്ട് 30 ഡേയ്സ് ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുറപ്പുണ്ടെങ്കിൽ ഒരു 5 കിലോ നിങ്ങൾ കുറഞ്ഞിരിക്കും എന്നുള്ളതിന് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, എനിക്കറിയാം നിങ്ങളിൽ പലരും, ഇല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഒരാഴ്ചേൻ്റെ അപ്പുറത്തോട്ടൊന്നും ഡയറ്റ് ഒന്നും ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറില്ല. അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മടിയല്ല കാരണം. നമുക്ക് ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പുഷില്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ഇല്ലേ, അത് മിസ്സിങ് ആണ്. അപ്പം അതങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റാത്തവർക്കൊക്കെ ഒരുപാട് അങ്ങോട്ട് എഫേർട്ട് ഇടാതെ തന്നെ വണ്ണം കുറയ്ക്കാൻ പറ്റിയ ഒരു 5 ടിപ്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. 30 ഡേയ്സ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് 30 ഡേയ്സ് കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം. അതായത് ഒരു ദിവസം പോലും നിങ്ങൾ ഞാനീ പറയാൻ പോകുന്ന 5 കാര്യങ്ങളിൽ ഒരു കാര്യം പോലും മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കട്ടെ എന്നുള്ളവർ മാത്രം ഈ വീഡിയോ ഇവിടെ അങ്ങോട്ട് തുടർന്ന് കണ്ടാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടൈം വേസ്റ്റ് ആണ്. സമയം എന്ന് പറയുന്നത് എത്രത്തോളം വിലമതിക്കാനാവാത്തതാണ്. സോ നിങ്ങൾ ആ സമയം കളയണ്ട. ഒരുപാട് ഡയറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് എ ട്രൈ എന്നുള്ളവർ, അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് തുടർന്ന് കാണാം. അല്ലാത്തവർക്ക് ടാറ്റ. നമ്മളിപ്പം വണ്ണം കുറയ്ക്കണമെങ്കിൽ നമുക്കറിയാം ഭക്ഷണം വല്ലാതെ റെസ്ട്രിക്ട് ചെയ്യണം, വല്ലാതെ കൺട്രോൾ ചെയ്യണം എന്നറിയാം. ഇഷ്ടപ്പെട്ടതൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് നമുക്ക് ഡയറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നതിൽ ഇന്നതേ നിങ്ങൾ കഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വണ്ണം കുറയ്ക്കാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് എടുക്കാതെ, അല്ലെങ്കിൽ ഹെവി ആയിട്ട് വർക്കൗട്ട്സ് ഒന്നും ചെയ്യാതെ നമുക്ക് എങ്ങനെ വണ്ണം കുറയ്ക്കാം, അതിന് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട, അതായത് ഈ 5 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി 30 ദിവസം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് 5 കിലോ എങ്കിലും നിങ്ങൾ കുറഞ്ഞിരിക്കും. അതിൻ്റെ മേലെ നിങ്ങൾ എത്ര കുറയ്ക്കുന്നു എന്നത് നിങ്ങൾ എത്രത്തോളം ഇത് ഡിസിപ്ലിൻഡ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. പക്ഷേ ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഈ 5 കിലോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിലൊരു ഗ്യാരണ്ടി പറഞ്ഞത്. എന്നാൽ പിന്നെ വൈകിക്കേണ്ട, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾ റൈറ്റ്. അപ്പോൾ ഈ വീഡിയോ തുടർന്ന് കാണാൻ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഓൾ ദ ബെസ്റ്റ്. നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് ആദ്യം എടുത്തു കളയാം. കാരണം എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ആകെ ഫസ്റ്റ് തോന്നിയൊരു കാര്യം അത് തന്നെയായിരുന്നു. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ തോന്നി ഞാൻ അവിടെ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് നിങ്ങളോട് ഇതേപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കെടുത്തത് ആകെ ഒരു 6-7 മാസത്തെ സമയം എടുത്തുള്ളൂ ഒരു 83 കിലോയിൽ നിന്ന് 59 കിലോ വരെ എത്താനായിട്ട്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിട്ടും എന്നേക്കാൾ കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കിത് പറ്റുന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ആരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ചൂസ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ എന്ത് ചെയ്തിട്ടും നിങ്ങൾ ഈ പറയാൻ പോകുന്നതിൽ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 8 മണിക്കൂറിൽ ഒതുക്കുക. നിങ്ങൾക്ക് എന്ത് വേണേലും കഴിക്കാം. ഈ 8 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് വേണേലും കഴിക്കാം. എന്തും കഴിക്കാന്ന്
എന്ന് പറയുമ്പോൾ 3 നേരവും ഞാൻ ബിരിയാണി കഴിക്കും, എനിക്ക് ഒരു മാസം കൊണ്ട് 5 കിലോ കുറയോ എന്നുള്ള കൊനഷ്ട ചോദ്യമൊന്നും ചോദിക്കരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ ചോറ്, വീട്ടിലുണ്ടാക്കുന്ന എന്തും, ദോശ, ഇഡ്ഡലി, പുട്ട്, ചപ്പാത്തി, എന്ത് നിങ്ങൾക്ക് എപ്പോൾ വേണേലും എങ്ങനെ വേണേലും കഴിക്കാം. പക്ഷെ എന്ത് കഴിക്കുവാണെങ്കിലും 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് 8 മണിക്കൂറിൽ ഒതുക്കുക. ഈ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി 16 മണിക്കൂർ നിങ്ങളുടെ ഫാസ്റ്റിംഗ് വിൻഡോയാണ്. പേടിക്കണ്ട, ഫാസ്റ്റിംഗ് വിൻഡോയിൽ പട്ടിണി കിടക്കൊന്നും വേണ്ട. ഞാൻ പറയുന്ന 4 ഓപ്ഷൻസ് പറയാം. ഈ 4 സംഭവങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. അതായത്, ഒന്ന്, നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. തണുത്ത വെള്ളം കുടിക്കാം, ചൂടുവെള്ളം കുടിക്കാം, അല്ലാതെ അതിൽ വേറെ ഒന്നും ആഡ് ചെയ്യരുത്. അങ്ങനെ പ്ലെയിൻ വാട്ടർ നമുക്ക് എത്ര വേണേലും കഴിക്കാം, പക്ഷെ രാത്രി 8 മണി വരെ കഴിക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാം. ഒരു 2 കപ്പ് ഗ്രീൻ ടീ ഒക്കെ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് വിൻഡോയിൽ കഴിക്കാം. ഇതും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി, അതായത് നമ്മുടെ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും മധുരമില്ലാതെ നിങ്ങൾക്ക് 2 കപ്പ് വരെ ഈ ഫാസ്റ്റിംഗ് വിൻഡോയിൽ കഴിക്കാം. സോ ഇത് പറ്റാത്തൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലുമില്ല. നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു 8 മണിക്കൂറിൽ നമുക്ക് വേണ്ട അളവിൽ, അതും കൂടുതലും നിങ്ങളിങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടും ഫൈബർ റിച്ച് ആയിട്ടൊക്കെ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഫാസ്റ്റിംഗ് വിൻഡോയിൽ നിങ്ങൾക്ക് അധികം വിശക്കാനൊന്നും പോകുന്നില്ല. ഇനി അഥവാ വിശന്നാൽ തന്നെ 4 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 4ലും പ്രത്യേകിച്ച് നിങ്ങൾ കട്ടൻ കാപ്പി മധുരമില്ലാതെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശപ്പൊക്കെ അവിടെ നിൽക്കും. ഇല്ല എന്നുള്ളതൊക്കെ തോന്നലാട്ടോ. അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൈഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങാനായിട്ട്. സോ ഫാസ്റ്റിംഗ് വിൻഡോയിൽ ഈ 4 സംഭവങ്ങൾ കഴിക്കാം. ഈറ്റിംഗ് വിൻഡോയിൽ നിങ്ങൾക്ക് എന്ത് വേണോ അത് കഴിക്കാം. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ വെയിറ്റ് ലോസിനെ എങ്ങനെ സഹായിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത്, നമ്മുടെ ഒരു ദിവസത്തെ കാലറി റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു 1500 കാലറീസ് ഒരു ദിവസം കഴിക്കുക എന്നാണെന്ന് വെച്ചോളൂ. ഒരു ഉദാഹരണം പറയുന്നതാണ് കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് നമുക്കിപ്പം എപ്പോൾ വേണേലും ഭക്ഷണം കഴിക്കാം. അതായത് നമ്മുടെ റെഗുലർ ഈറ്റിംഗ് പാറ്റേൺ അത് വരുമ്പോൾ നമ്മൾ ഈ 1500-ലൊക്കെ കൂടുതലായിട്ട് സുഖമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈ 8 മണിക്കൂർ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്ന കാലറീസിന്റെ അളവ് കുറയും. കാരണം ആകെ 8 മണിക്കൂറേ ഉള്ളൂ. നമുക്ക് അത്ര പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല. ഒരു 2 മീലിന്റെ ഇടയിൽ നമ്മൾ അത്യാവശ്യം ഒരു 4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കൂലേ, പോട്ടെ ഒരു 3 മണിക്കൂറെങ്കിലും കൊടുക്കൂലേ. അപ്പോൾ ഈ മൊത്തം 8 മണിക്കൂർ ആകുമ്പോൾ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തിന് ഒരു പരിധിയുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കാലറി ഇൻടേക്ക് കുറയ്ക്കും. ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? ഈ ഫാസ്റ്റിംഗ് വിൻഡോയിലുള്ള സമയത്തെ നമ്മുടെ ശരീരത്തിന് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ അവിടെ ഭക്ഷണമില്ല. അങ്ങനെ നമ്മുടെ ശരീരം ഓൾറെഡി സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഫാറ്റ് എടുത്തിട്ട് എനർജി ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചേക്കുന്ന കൊഴുപ്പ് അവിടെ ബേൺ ആയി കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് കേട്ടോ. അതായത് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം. പിന്നെ ഒരു കാര്യം എനിക്കറിയാം, നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ഈറ്റിംഗ് വിൻഡോ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് 12 മണിക്കൂറോ 13 മണിക്കൂറോ ഒക്കെയാണ്. അവിടുന്ന് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഈ 30 ദിവസത്തെ ചാലഞ്ച് ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു 30 ഡേയ്സ് ചെയ്യാൻ പോകുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെന്ന് വെക്കുക. നിങ്ങൾ അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നറിയോ? ആദ്യം തന്നെ 8 hours ഈറ്റിംഗ് വിൻഡോ ഒന്നും എടുക്കണ്ട. നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ 12 മണിക്കൂറോ 13 മണിക്കൂറോ ആണ് നമ്മുടെ ഈറ്റിംഗ് വിൻഡോ എന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചൊരു 11 മണിക്കൂറാക്കാം. ഓക്കെ, ഒരു 2 ദിവസം ഒരു 11 മണിക്കൂറിൽ പോട്ടെ. അതായത് നമുക്ക് അവിടെ അപ്പോൾ ബാക്കിയുള്ള സമയം അത്രയും ഫാസ്റ്റിംഗ് സമയം കിട്ടും. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം നിങ്ങളൊരു 10 മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ ആക്കി എടുക്കുക. അപ്പോൾ ബാക്കി സമയം ഫാസ്റ്റിംഗ് സമയം നമുക്ക് അതേപോലെ അവിടെ ഇൻക്രീസ് ആയി കിട്ടും. ഇനി പോകെ 5-6 ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ ഒരു 9 മണിക്കൂർ ആക്കുക. ഇതായി നിങ്ങളുടെ ബോഡി ഇതുമായിട്ടൊന്ന് സെറ്റ് ആവാനുള്ള സമയമാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നമ്മുടെ ബോഡി ഈ രീതിയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയതിന് ശേഷം അടുത്ത ആഴ്ച തൊട്ടിട്ട് നമ്മൾ 8 hours ഈറ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. അല്ലാതെ ചാടി കയറി പെട്ടെന്ന് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുക. അതായത് വളരെ വളരെ എന്താ പറയുക, ബേബി സ്റ്റെപ്സ് എന്ന് പറയില്ലേ, അങ്ങനെ പോവുക. നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, എന്നാൽ പിന്നെ പോയിന്റ് നമ്പർ 2 എന്താണെന്ന് നോക്കിയാലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ലോസിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലീഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നോ ഷുഗർ. 30 ദിവസത്തേക്ക് ഒരു തരത്തിലുള്ള മധുരവും കഴിക്കരുത്. ഒരു പക്ഷേ ഞാൻ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ള ഈ 5 പോയിന്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും ഇത്. നോ ഷുഗർ ഫോർ ദ നെക്സ്റ്റ് 30 days. കാരണം എന്താണെന്ന് വെച്ചിട്ട്, ഈ മധുരം കഴിക്കുക എന്ന് പറയുമ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മൾ കുടിക്കുന്ന ചായയിൽ നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഈ 1 സ്പൂൺ പഞ്ചസാര എന്ന് പറയുന്നത് ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. ഈ 1 സ്പൂൺ പഞ്ചസാര എന്ന് പറയുന്നത് 1 സ്പൂൺ കൊഴുപ്പാണ് ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കുന്നത്. അതങ്ങനെയാണ്. അതിൽ നിന്ന് ഒരു ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിന് കിട്ടാനില്ല.
വെറും കാലറി മാത്രമായിട്ടുള്ള 0 ന്യൂട്രിയൻസ് വരുന്ന ഒരു ഫുഡാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. ശരീരത്തിന് യാതൊരു ഗുണമില്ലാത്തൊരു സംഭവമാണ്. നമ്മുടെ ശരീരത്തിന് പഞ്ചസാര ആവശ്യമാണ്. അത് നമുക്ക് നാച്ചുറൽ ഷുഗർ ആയിട്ട്, അത് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലുണ്ട്, നമ്മുടെ ചോറിലുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിലുള്ള പഞ്ചസാര നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കോളും. ഈ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന സംഭവം നമുക്ക് ദ്രോഹം അല്ലാതെ ഒരു ഉപകാരവും ചെയ്യുന്നില്ല. സോ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ സംഭവം നമ്മൾ അടുത്ത 30 ദിവസത്തേക്ക് വേണ്ടാന്ന് വെക്കുന്നു. ഓക്കെ, ഉറപ്പായിട്ടും ആദ്യത്തെ ഒരു 2-3 ദിവസം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 2-3 നേരം ചായ കുടിച്ച് ശീലിച്ചവരാണ് നമ്മളെല്ലാവരും. അപ്പം ചായ മധുരമില്ലാതെ കഴിക്കുക, ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കാതിരിക്കുക, ചോക്ലേറ്റ് കഴിക്കാതിരിക്കുക, നല്ല വെയിലല്ലേ, ഐസ്ക്രീം കഴിക്കാതിരിക്കുക, സോഡ കഴിക്കാതിരിക്കുക, ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ കഷ്ടപ്പെടാതെ നമുക്കൊന്നിനും റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ പ്രോപ്പർ ഡയറ്റൊക്കെ ചെയ്ത് വണ്ണം കുറയ്ക്കാന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 10 ഇരട്ടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ സംഭവം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണേലും കഴിക്കുക 8 മണിക്കൂർ ഈറ്റിംഗ് വിൻഡോയിൽ. പക്ഷെ ഷുഗർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട സാധനമാണ്. നമ്മൾ എത്രത്തോളം മധുരം കഴിക്കുന്നു നമുക്ക് അത്രത്തോളം വിശപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഇതൊരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് വിശപ്പ്, കൊതി, ഈ സംഭവങ്ങളൊക്കെ വലിയൊരളവിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഈ 30 ദിവസം കഴിയുമ്പം നിങ്ങൾക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്നും കൂടെ കിട്ടും കേട്ടോ. സോ എന്തുകൊണ്ടും വെയിറ്റ് ലോസിന് മാത്രമല്ല നമ്മുടെ ഓവറോൾ ഹെൽത്തിനും ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 30 ഡേയ്സ് നോ ഷുഗർ. ഇനി തേർഡ് ടിപ്പ് എന്താണെന്നറിയോ? എല്ലാ ദിവസവും 2.5 ലിറ്റർ വെള്ളം കുടിക്കുക. ആദ്യമൊക്കെ ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കാൻ തന്നെ ഭയങ്കര പാടാണ് എന്നൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വെയിറ്റ് ലോസ് ചലഞ്ച് ഒക്കെ ചെയ്ത് എല്ലാവർക്കും റിസൾട്ട് ഒക്കെ കിട്ടി തുടങ്ങിയ പിന്നെ എല്ലാവർക്കും എന്താ പറയുക, ഒരു 2 ലിറ്റർ 2.5 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ വിഷയമല്ലാതെ മാറിയിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് കൊണ്ട്, നമ്മൾ എന്തും ട്രൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാം പ്രാക്ടീസ് കൊണ്ട് താനെ വരുന്നതാണ്. 2.5 ലിറ്റർ വെള്ളം നമ്മൾ ഡെയിലി കുടിക്കണം. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ക്രേവിങ്സ്, അതായത് ഈ ഇടയ്ക്കിടയ്ക്കുള്ള വിശപ്പ്, കൊതിയില്ലേ, അത് ഒഴിവാക്കാൻ വെള്ളം കുടിക്കുന്നത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ അത് സഹായിക്കും. മെറ്റബോളിസം കൂടുമ്പോൾ എന്താ, നമ്മൾ കൂടുതൽ കാലറീസ് ബേൺ ചെയ്യും. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്. അതിന് വെള്ളം കുടിക്കുന്ന ഒരുപാട് സഹായിക്കും. നമ്മുടെ ഈ വെയിറ്റ് ലോസ് ജേണിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിശപ്പ് തടയാനായിട്ട് വെള്ളം കുടിക്കുന്നത് സഹായിക്കും എന്നുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് വിശപ്പാണോ ആക്ച്വലി ഉള്ളത് അതോ ദാഹമാണോ എന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് വിശന്ന് തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഒരു 2 ഗ്ലാസ് വെള്ളം അങ്ങ് കുടിക്കുക. ഒരു 90% കേസിൽ നമ്മുടെ വിശപ്പ് വെള്ളം കുടിച്ചാൽ അവിടെ നിൽക്കും. ഞാൻ ഈ പറയുന്നത് മെയിൻ മീൽസിനെ കുറിച്ചല്ല കേട്ടോ. അതായത് പട്ടിണി കിടക്കുക, വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുക എന്നതല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന കൊതി, ഇടയ്ക്കിടയ്ക്ക് ഒരു സ്നാക്സ് കഴിക്കാനൊക്കെ തോന്നുന്ന ആ തോന്നലേക്കില്ല, അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരുപാട് സഹായിക്കും. രാവിലെ എണീറ്റ് ഉടനെ വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് 30 മിനിറ്റോ ഇല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പോ വെള്ളം കുടിക്കുക, വയറ് നിറയെ വെള്ളം കുടിക്കുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കില്ല. സോ എണീക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം 8 മണി എന്നുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ഒരു 2-2.5 ലിറ്റർ വെള്ളം എന്നും കുടിക്കുക. ഉറപ്പായിട്ടും നല്ല 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 റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി 4ാമത്തെ ടിപ്പ് എന്നാണെന്നറിയോ? 7 മണിക്കൂർ ഡെയിലി കിടന്നുറങ്ങാം. എനിക്കറിയാം ബുദ്ധിമുട്ടാണ്, നമ്മൾ ഈ ഫോൺ നോക്കി ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് 7 മണിക്കൂറൊന്നും ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഉറങ്ങാതിരിക്കുന്ന സമയത്ത്, അതായത് ഒരു 6 മണിക്കൂർ ഉറക്കമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാവത്തില്ല. അത് നിങ്ങളെ വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. നമ്മളിത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങി രാവിലെ എണീറ്റുകൊണ്ടിരുന്ന ആളാണ്. ഇല്ലെങ്കിൽ 1 മണിക്കും 2 മണിക്കൊക്കെ കിടന്നുറങ്ങിയ ശീലം എനിക്കുണ്ട്. ഉറക്കത്തിന്റെ പാറ്റേൺ സ്റ്റേബിളായി കിട്ടിയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീർന്നു കേട്ടോ. ഈ 7 മണിക്കൂർ ഉറങ്ങാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട്. 3-2-1 റൂൾ എന്ന് പറയും. അതായത് 3 മണിക്കൂർ മുമ്പ്, ബെഡ് ടൈമിന്റെ 3 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുക. അന്നത്തെ ദിവസം നിങ്ങൾ അവസാനമായി കഴിക്കുന്ന എന്ത് മീൽ ഓർ സ്നാക്സ് എന്തോ ആയിക്കോട്ടെ, അതിനും നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്തിന്റെ ഇടയ്ക്ക് 3 മണിക്കൂർ ഗ്യാപ്പ് നിർബന്ധമായിട്ടും കൊടുക്കാം. ഇനി 3-2-1 2 എന്ന് പറയുന്നത്, കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെള്ളം കുടിച്ച് അവസാനിപ്പിക്കുക. ഇനി 3-2-1 1 എന്ന് പറയുന്നത്, കിടക്കാൻ പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് സ്ക്രീൻ ടൈം അവസാനിപ്പിക്കുക. സ്ക്രീൻ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നത്, TV ഉപയോഗിക്കുന്നത്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഡിജിറ്റൽ ടൈമില്ലേ, അത് 1 മണിക്കൂർ മുമ്പ് ഒഴിവാക്കാം. ഒരു 2 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 3-ാം ദിവസം തൊട്ട് നിങ്ങൾക്ക് തന്നെ ഉറക്കം വന്നോളൂ. പക്ഷെ ഇവിടെ ട്രൈ ചെയ്യുക, അതായത് ശ്രമിക്കുക എന്ന് പറയുന്നതിലാണ് കാര്യമുള്ളത്. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു എഫേർട്ട് ഇടാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ആ എഫേർട്ട് ഇട്ടാൽ മതി, റിസൾട്ടൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് പോകുന്നുള്ളൂ. ഇനി പറയാൻ പോകുന്നതാണ് 5ാമത്തെ ടിപ്പും അവസാനത്തെ ടിപ്പും. അതായത് ഡെയിലി 10,000 സ്റ്റെപ്സ് നടക്കുക. ഒറ്റയടിക്ക് 10,000 സ്റ്റെപ്സ് നടക്കണം എന്നൊന്നും അല്ല കേട്ടോ.
അതായത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നത് വരെയുള്ള സമയമുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ കേൾക്കുമ്പോൾ ഒരു 10,000 എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ നമ്പറാന്ന് തോന്നും. അങ്ങനെ ഒന്നുമല്ല, നല്ല സുഖമായിട്ട് നമുക്ക് 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടക്കാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒക്കെ നടക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ, 3 നേരം മീൽ കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് വെച്ച് നടന്നു നോക്കിയാൽ അവിടെ തന്നെ കുറേ സ്റ്റെപ്സ് ആയി. ഇല്ല പിന്നെ ഇപ്പൊ ആരെങ്കിലും ഫോൺ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസാരിത്തന്റെ ഇടയ്ക്ക് നടന്നുകൊണ്ട് സംസാരിക്കും. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് കൈയൊക്കെ വീശി നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കണം എന്നൊന്നുമില്ല, ഒരു സാധാരണ നടത്തം മതി. ഒരു ഹെവി വർക്കൗട്ട്സും വേണ്ട, ജിമ്മിൽ പോയി ജോയിൻ ചെയ്യേണ്ട, ഒന്നും വേണ്ട. എൻ്റെ ഈ ഒരു എന്താ പറയുക, ഒരു 83 kg ഇരുന്ന ഞാൻ ഇന്നിപ്പോൾ ഇത്രയും വെയിറ്റ് കുറച്ചതിൽ ആകെപ്പാടെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് വാക്കിംഗ് മാത്രമാണ്. ഡെയിലി വാക്കിംഗ് ചെയ്യുന്നു. അതും ഡെയിലി അല്ല കേട്ടോ, ആഴ്ചയിൽ ഒരു 4 തൊട്ട് 5 ദിവസം വരെ, ഒരു 5 days ഒക്കെ യൂഷ്വലി ചെയ്യാറുണ്ടായിരുന്നു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ 30 days ഒരു ദിവസം പോലും മുടങ്ങാതെ 10,000 സ്റ്റെപ്സ് നിങ്ങൾ ഡെയിലി കംപ്ലീറ്റ് ചെയ്യുക. ഇനി പറ, എന്ത് തോന്നുന്നു? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ഒന്നും പറ്റില്ല, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ സമയത്തെ വെറുതെ ആണെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഉള്ളിന്ന് പറഞ്ഞൊന്നുമില്ല, ചുമ്മാ പറഞ്ഞു നോക്കിക്കേ, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിയിരിക്കും. അതാണ് നമ്മൾ പറയാറില്ലേ, നമ്മുടെ ചിന്തകളാണ് നമ്മളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് ചെയ്തിരിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുമെങ്കിലും ചെയ്തിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കി. വർക്കൗട്ട് ആകുമെന്ന് ഉറപ്പുള്ള 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. ആകെ വേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റൈറ്റ് മൈൻഡ് സെറ്റും ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡുമാണ്. അതായത് ഈ 30 ദിവസം കൊണ്ട് ഞാൻ 5 കിലോ കുറച്ചിരിക്കും. അവിടെ സംശയത്തിന്റെ കാര്യം ഒന്നുമില്ല കേട്ടോ. ഞാൻ കുറയ്ക്കില്ലോ അങ്ങനെ ഒന്നും സംശയിക്കേണ്ട. കുറച്ചിരിക്കും എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് തുടങ്ങിക്കോ, ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എന്ന് തുടങ്ങുന്നോ അന്ന് തൊട്ട് ഡെയിലി വീഡിയോന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയാം. നമ്മളെല്ലാവരും വാച്ച് ഔട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് ഇടുന്ന ഒരു കുഞ്ഞ് എഫേർട്ട്, അത്രയേ ഉള്ളൂ. നമ്മളൊരു വലിയ സംഭവമായിട്ടൊന്നും ഇതിനെ കാണാനേ പോകണ്ട. അപ്പൊ നിങ്ങളെ കൊണ്ട് എല്ലാവരും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കൂ. ദിസ് ഇസ് അശ്വതി രജിത് സൈനിങ് ഔട്ട്. ടാറ്റ.